തുണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജു മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കും. ഒന്നാം പ്രതി കെ എസ് ജോസും മേൽക്കോടതിയെ സമീപിക്കും. അനുകൂല വിധി നേടിയില്ലെങ്കിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. വിധി പകർപ്പ് വന്നാൽ എംഎൽഎ സ്ഥാനത്ത് നീക്കിയുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടറി ഉടൻ പുറത്തിറക്കുമെന്നും അറിയുന്നു. റിനു ശ്രീധർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ റിനു. ഗുഡ് മോർണിംഗ് SKN. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രിയും MLA-യുമായിട്ടുള്ള ആന്റണി രാജുവിനെതിരായിട്ടുള്ള നിയമസഭയുടെ വിജ്ഞാപനം ഇന്നുണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ 2 വർഷത്തിന് മുകളിൽ ശിക്ഷിച്ചതുകൊണ്ട് തന്നെ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി അതിൻ്റെ വിജ്ഞാപനം കൂടി പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി 4 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി അധികാരത്തിൽ അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുവാൻ വേണ്ടിയുള്ളത്. അതിനോടകം തന്നെ ഹൈക്കോടതിയിലേക്ക് ചെന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതി വിധി റദ്ദു ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് പോയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കുവാനോ MLA ആയി തുടരാനോ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നെടുമങ്ങാട് കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ അപ്പീൽ നൽകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള പൊതുപരിപാടിയിലും പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം KSUവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഏറ്റെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആന്റണി രാജുവിനൊപ്പം ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള ജോസും ഹൈക്കോടതിയെ ഉടൻ തന്നെ സമീപിക്കും. SKN. ഓക്കെ, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകി. കുറച്ചധികം കൊല്ലമായി, ഏതാണ്ട് 10-30 കൊല്ലങ്ങൾക്ക് അധികമായി ഈ കേസ് ഇങ്ങനെ കോടതിയിലുണ്ട്. അതായത് കോടതിയിൽ ഇരുന്ന തുണ്ടി മുതൽ മാറ്റി അതിന് പകരം കൃത്രിമമായിട്ടൊരു മുതൽ കയറ്റി വെച്ച് കേസിൽ വിജയിക്കാൻ നടത്തിയ ശ്രമമാണ് പരാജയപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.